ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, a+b+c+c+a എന്ന് പറയുന്നത് 6:7:8 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് a+b+c എന്ന് പറയുന്നത് 28 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയുടെ വില എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? a+b+b+c+a എന്ന് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 6:7:8 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് a+b+c = 28 തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? a+b എന്ന് പറയുന്നത് ഇതൊരു 6x ആണെന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ b+c എന്ന് പറയുന്നത് ഒരു 7x ആയിരിക്കും. ആൻഡ് c+a എന്ന് പറയുന്നത് എന്തായിരിക്കും? 8x ആയിരിക്കും അല്ലേ? ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. a+b+b+c+c+a എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6x + 7x + 8x ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എയും 2 a ഉണ്ട്, പിന്നെ 2 b ഉണ്ട്, 2 c ഉണ്ട്, = 6ഉം 7ഉം 8ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 21x എന്ന് കിട്ടും. ഇതിൽ 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. 2 × a+b+c എന്ന് പറയുന്നത് 21x ആണ്. ഇനി നെക്സ്റ്റ് എന്തായിട്ട് മാറും? a+b+cൻ്റെ വില നമുക്ക് 28 തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 28 എന്ന് പറയുന്നത് ആണ് 21x എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? എക്സിൻ്റെ വില എന്ന് പറയുന്നത് 2 × 28 / 21 എന്നാവും. 7ൽ 3 തവണ പോവും, 7ൽ 4 തവണ പോവും. 4 2 8 / 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില എന്ന് പറയുന്നത് 8/3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് സിയുടെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സിയുടെ വില കാണാനായിട്ട് നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കറിയാം a+b എന്ന് പറയുന്നത് 6x ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? അപ്പോൾ a+b എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സിൻ്റെ വില 6 × 8/3 എന്ന് വരും. ഈ 3 6ൽ 2 തവണ = 16 എന്ന് കിട്ടും. അപ്പോൾ a+bയുടെ വില നമുക്ക് 16 എന്ന് കിട്ടി. നമുക്ക് കണ്ടത് സിയുടെ വിലയാണ്. സിയുടെ വില കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിൽ a+b+cയുടെ വിലയുണ്ട് അല്ലേ? a+b+c അതിൽ നിന്നും a+b മൈനസ് ചെയ്താൽ സിയുടെ വില കിട്ടും അല്ലേ? = c ആണ്. അതായത് ഈ a+bയും ഈ a+bയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് c എന്ന് കിട്ടും. ഓക്കെ, ഇനി a+b+cയുടെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് തന്നിട്ടുണ്ട് 28 മൈനസ് a+bയുടെ വില നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 16 ആണ്. = c. 28ൽ നിന്നും 16 പോയി കഴിഞ്ഞാൽ 12 ആണ് ആൻസർ കിട്ടുന്നത്. സിയുടെ വില എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 1 ബില്യണിൽ നിന്ന് 10,000 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ബില്യണിൽ നിന്നും 10,000 നമുക്ക് കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം 1 മില്യൺ എന്ന് പറയുന്നത് നമുക്കറിയാം 10 ലക്ഷമാണ്. അപ്പോൾ എത്ര പൂജ്യം വരും? 10 ലക്ഷം എന്ന് പറയുമ്പോൾ 6 പൂജ്യം വരും. 1 ബില്യൺ എന്ന് പറയുന്നത് എത്രയാണ്? 100 കോടിയാണ്. 100 കോടി എന്ന് പറയുമ്പോൾ 9 പൂജ്യം വരും. 1 2 3 4 5 6 7 8 9. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യാമല്ലോ. ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് 10⁻6 എന്ന് എഴുതാം അല്ലേ? കാരണം എത്ര പൂജ്യമുണ്ട്? 6 പൂജ്യമുണ്ട്. ഇതിനെ നമുക്ക് 10⁻9 എന്ന് എഴുതാം, ചുരുക്കി എഴുതാം അല്ലേ? 9 പൂജ്യമുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യണം. 1000 ആണ് മൈനസ് ചെയ്യേണ്ടത്. ബില്യണിൽ നിന്നും 10,000 ആണ് മൈനസ് ചെയ്യേണ്ടത്. 10,000 മൈനസ് ചെയ്യുമ്പോൾ 1 2 3 4 1 ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 0 0 0 പിന്നെ മൈനസ് ചെയ്യുമ്പോൾ 9 പിന്നെ 9 പിന്നെ 9
നെക്സ്റ്റ് 9 വരും, ഒരു 9 കൂടി വരും. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോഴും 9 പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മാറ്റുമ്പോഴും ആദ്യം തന്നെ ഇവിടെ 10 എത്രയായിരിക്കും, 4 ആയിരിക്കും വരുന്നത്. പിന്നെ 9 പോയിൻറ്റിലോട്ട് മാറ്റുമ്പോൾ 9 കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളാണ് വരുന്നത്, 4 സ്ഥാനം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 10⁴ എന്ന് വരും. 9 പോയിൻറ്റ് എത്രയായിരിക്കും, 9,9,9,9 അല്ലേ, ഇൻറ്റു എത്ര സ്ഥാനമുണ്ട്, 4 സ്ഥാനമുണ്ട്. അപ്പോൾ 10⁴ എന്ന് വരും. ഇവിടെ ഒരു 10⁴ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് 9.9999 ഇൻറ്റു 10⁸ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. താഴെ തന്നിട്ടുള്ള ഗ്രൂപ്പിലെ ഒറ്റയാൻ ഏത്? അപ്പോൾ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റയാനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാം? ഓരോ നമ്പേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം 642 ആണ്, പിന്നെ 927 ആണ്, 752 നെക്സ്റ്റ് വരുന്നുണ്ട്, പിന്നെ 861 വരുന്നുണ്ട്, പിന്നെ 312, 422, 862. ഇതാണ് സംഖ്യകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സംഖ്യകളും ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 861 എന്ന് പറയുന്ന സംഖ്യ ഒഴികെ ബാക്കി എല്ലാ സംഖ്യയിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ആദ്യ അക്കം ലഭിക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അല്ലാതെ വേറെ റിലേഷനൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യണം. ഏതാണ് ഇതിൽ ഒറ്റയാനെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓരോ സംഖ്യകളും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 861 ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഖ്യകളും ഒന്ന് നോക്കൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. ഒന്നാമത്തെ 642 ആണ് അല്ലേ. 642-ൽ 2 സംഖ്യകൾ, ലാസ്റ്റത്തെ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 4ഉം 2ഉം 6 കിട്ടുന്നുണ്ട്. ആദ്യത്തെ സംഖ്യ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 927 ആണ്. ഇതിൽ 2ഉം 7ഉം കൂട്ടുമ്പോൾ 9 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 752 ആണ്. ഇതിലും 5ഉം 2ഉം കൂട്ടുമ്പോൾ 7 കിട്ടുന്നുണ്ട്. പക്ഷേ 861 നോക്കുമ്പോൾ 6ഉം 1ഉം കൂട്ടുമ്പോൾ 7 ആണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ 8 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറ്റയാനെന്ന് പറയുന്നത്. ബാക്കിയുള്ളതും കൂടി ചെക്ക് ചെയ്യുമ്പോൾ 312, അതിൽ 2ഉം 1ഉം 3 കിട്ടുന്നുണ്ട്. പിന്നെ 422 ആണ്. ലാസ്റ്റ് 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടുന്നുണ്ട്. പിന്നെ 862, ലാസ്റ്റ് 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 8 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒറ്റയാനായിട്ട് കിടക്കുന്നത് 861 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാപ്ടോപ്പിൻ്റെ പരസ്യവില 30% കൂട്ടി രേഖപ്പെടുത്തിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ചു എങ്കിൽ പ്രസ്തുത വിൽപ്പനയിൽ കച്ചവടക്കാരന് ലഭിക്കുന്ന ലാഭശതമാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ പരസ്യവില 30% കൂട്ടി രേഖപ്പെടുത്തിയിട്ട് 20% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രകാരം എന്തൊക്കെ കിട്ടും? പരസ്യവില 30% കൂട്ടിയിട്ടാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ പരസ്യവില എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ വിചാരിക്കുകയാണ് ആദ്യം ആ ഒരു ലാപ്ടോപ്പിന് 100 രൂപയായിരുന്നു വില എന്ന് വിചാരിക്കുന്നു. 100 രൂപയാണ് ആ ലാപ്ടോപ്പിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് നമ്മൾ വിചാരിച്ചു. പരസ്യവില എന്താക്കിയിട്ട് മാറ്റി? 30% കൂട്ടി. അപ്പോൾ 100ൽ നിന്നും 30% കൂട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 130 അല്ലേ. ഇതെങ്ങനെ കിട്ടി? 100ൻ്റെ 130%, അതായത് 30% വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 130 കാണുമ്പോൾ എത്ര കിട്ടും? ഈ 100 ക്യാൻസൽ ചെയ്ത് പോവും, 130 രൂപയായി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കിട്ടിയത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഈ 130ൽ 20% ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴിവാണ്. അപ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 130ൻ്റെ 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 130ൻ്റെ 80% കണ്ടാൽ മതി. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് പോവും സീറോകൾ. ആൻഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 0 1 104 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 104 രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു ലാപ്ടോപ്പിന് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? 100 രൂപ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ 104 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ലാഭമാണ് അല്ലേ. അതായത് ഒരു എമൗണ്ടിൽ നിന്നും ഒരു എമൗണ്ട് കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ലാഭമാണ്. അപ്പോൾ ലാഭശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 4% ലാഭശതമാനം. അതായത് 100ൽ നിന്നും 104 മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത്? 4% വർദ്ധിച്ചിരിക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭശതമാനം കാണാനായിട്ട് അറിയാലോ. പ്രോഫിറ്റ് എത്രയാണ്? 104 - 100 പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന വില എത്രയാണ്? 100 ആണ്.
ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 4% എന്നും ആൻസർ കിട്ടും. ഓക്കെ, ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കല്ലാതെ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും 100-ൽ നിന്നും 104 ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് 4% വർദ്ധിച്ചു അല്ലേ, 4% ലാഭശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 24 കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും ശരാശരി വയസ്സ് 16 ആണ്. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയുന്നു. ക്ലാസ് ടീച്ചറിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24 കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും ശരാശരി വയസ്സ് 16 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും? 24 കുട്ടികളുണ്ട്, ഒരു ക്ലാസ് ടീച്ചറുണ്ട്. ടോട്ടൽ എത്രയാണ്? 25 പേരായി. 25 പേരുടെ ആകെ വയസ്സിൻ്റെ തുക എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ 25 × 16 ചെയ്താൽ മതി അല്ലേ. ഇത് രണ്ടും കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 × 16 15 5 2 0 0 400 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആകെ വയസ്സുകളുടെ തുക നമുക്ക് 400 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയാൽ ശരാശരി 1 കുറയുന്നു എന്ന് തന്നിട്ടുണ്ട്. ക്ലാസ് ടീച്ചറെ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര പേരായി? 24 പേരായി. 24 പേരുടെ ആകെ തുക എന്ന് പറയുന്നത്, വയസ്സുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? ശരാശരി 1 കുറയില്ല. 1 കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 16 ആയിരുന്നു. 16 നിന്ന് 1 കുറയുമ്പോൾ 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് ടീച്ചർ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ ആകെ വയസ്സുകളുടെ തുകയാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 × 15 എന്ന് പറയുന്നത് 2 12 4 2 0 6 3 360 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി ക്ലാസ് ടീച്ചറിൻ്റെ വയസ്സ് കാണാമല്ലോ. ഇത് രണ്ടും കൂടിയിട്ട് അങ്ങ് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ 40 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. എക്സാമിന് മുൻപ് ഈ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്